കേരള കാർഷിക സർവകലാശാല, നബാർഡ്, ഓസ്ട്രേലിയയിലെ വെസ്റ്റേൺ സിഡ്നി സർവകലാശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കേരള ആഗ്ടെക് ലോഞ്ച് പാഡ് എന്ന പേരിൽ കാർഷിക, ഭക്ഷ്യ, അനുബന്ധ വ്യവസായ ഇൻക്യുബേറ്റർ വെള്ളായണിയിലെ കാർഷിക കോളേജിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ഈ വരുന്ന മാർച്ച് 14 ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിക്കുകയാണ്. നബാർഡിൻ്റെ ചെയർമാൻ, വെസ്റ്റേൺ സിഡ്നി സർവകലാശാലയുടെ വൈസ് ചാൻസലർ തുടങ്ങിയ ഉന്നതർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് 15 കോടിയോളം ആകെ അടങ്കൽ തുക വരുന്ന സമഗ്രമായിട്ടുള്ള ബിസിനസ് ഇൻക്യുബേഷനുള്ള ഇത്തരം ഒരു സംവിധാനം ഏതെങ്കിലും ഒരു സർവകലാശാല ഗ്രാൻറ്റായിട്ട് നേടിയെടുക്കുന്നത്. ഇത് കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഒരു സെക്ഷൻ 8 കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്നതും ഇതിൽ മാർക്കറ്റ് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതായ സ്റ്റാർട്ടപ്പുകൾക്ക് അതിനുവേണ്ട പരിസ്ഥിതി സപ്പോർട്ട്, വികസന സപ്പോർട്ട് എന്നിവ നൽകുന്നതുമാണ്. ഇതുകൂടാതെ പ്രത്യേകിച്ച് കാർഷിക ഭക്ഷ്യ മേഖലയിൽ മൂല്യവർധന, അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, ഭിന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സഹായം, അതുപോലെ ചെറുപ്പക്കാരിൽ വിദ്യാർത്ഥികളിലും കൂടുതൽ സംരംഭകത്വ പരിശീലനം, അതുപോലെ കാലാവസ്ഥ പ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള വിള വിത്തിനങ്ങൾ, ഫെർട്ടിലൈസേഴ്സ്, ഇത്തരം കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്കുള്ള ഹാൻഡ് ഹോൾഡിംഗ്, അതുപോലെ വനിതകളുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്നതായിട്ടുള്ള ഓൺട്രപ്രനർഷിപ്പ്, സംരംഭകത്വ സംരംഭങ്ങൾക്കുള്ള സഹായം എന്നിവയെല്ലാം ഘടകങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 2-3 വർഷത്തിനുള്ളിൽ തന്നെ വെള്ളായണി കാർഷിക കോളേജിൽ ഇതിനാവശ്യമായ പ്രത്യേക കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും നിലവിൽ വരുന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള കെട്ടിടങ്ങളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഇൻക്യുബേറ്റർ പ്രവർത്തിക്കുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഭരണ സംവിധാനവും ഉണ്ടാകുന്നതാണ്. കാർഷിക യൂണിവേഴ്സിറ്റിയിലെ സംരംഭകത്വ പരിശീലന പരിപാടിക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും ഈ സംരംഭം. സംസ്ഥാനത്ത് ഏറ്റവും അധികം പുറമേ നിന്നുള്ള ഗ്രാൻറ്റോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള സംരംഭം ഒരു സർവകലാശാല ആരംഭിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. വലിയ ഒരു കുതിപ്പിന് തയ്യാറെടുക്കുന്ന കേരളത്തിലെ നിക്ഷേപ സംരംഭകത്വ രംഗത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും ഈ സംരംഭം. ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു.